പുനഃസംഘടനയിൽ പാർട്ടിയിലെ അതൃപ്തി തുറന്ന് സംബന്ധിച്ച കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നേതൃത്വം സജീവമാക്കി. സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തിറക്കുന്നതിന് മുന്നേ നിലവിലെ പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായി നേതൃത്വം ചർച്ച നടത്തും. കെ.പി.സി.സി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പ്രഖ്യാപനം വൈകുമെന്നാണ് സൂചന. പുനഃസംഘടനയിൽ ഇടഞ്ഞ് UDF പദയാത്രയ്ക്ക് കാത്തുനിൽക്കാതെ ഗുരുവായൂരിലേക്ക് പോയ മുരളീധരനെ പരിപാടിയിലേക്ക് അവസാന നിമിഷത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതിലൂടെ നേതൃത്വത്തിന് മുഖം രക്ഷിക്കാനായെങ്കിലും പരാതികൾക്ക് പരിഹാരമായിട്ടില്ല. പുനഃസംഘടനയിൽ നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ടെന്ന് ഒടുവിൽ കെ.പി.സി.സി പ്രസിഡന്റും തുറന്നു സമ്മതിച്ചു. പുനഃസംഘടനയിൽ ചില ക്രൈസ്തവ സഭകൾ ഉന്നയിച്ച വിമർശനങ്ങളെ കെ.പി.സി.സി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. കെ മുരളീധരൻ അടക്കമുള്ളവർ നിർദ്ദേശിക്കുന്ന പേരുകൾ കെ.പി.സി.സി സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും. ഇതിനായുള്ള ആശയവിനിമയങ്ങൾ ഉടൻ ആരംഭിക്കും. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ അടുത്ത ദിവസം കെ മുരളീധരനുമായി നേരിട്ട് സംസാരിക്കും. ചാണ്ടിയുമ്മനും പരിഗണന നൽകിയേക്കും. പുനഃസംഘടനയിൽ അതൃപ്തിയുള്ള കെ സുധാകരനുമായി ഇന്നലെ സണ്ണി ജോസഫ് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. തുടർ ചർച്ചകൾക്കായി ദീപാദാസ് മുൻഷിയും അടുത്ത ദിവസം കേരളത്തിലെത്തുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് ശേഷം മതി കെ.പി.സി.സി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പ്രഖ്യാപനമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ പട്ടിക ഇനിയും വൈകാനാണ് സാധ്യത. മീഡിയ 1 തിരുവനന്തപുരം.